Hi friends, welcome back to my channel. അപ്പോൾ ഞാൻ വീണ്ടും വന്നിട്ടുള്ളത് ഒരു അടിപൊളി കേക്കുമായിട്ടാണ്. ഏത് കേക്കാണെന്ന് അറിയണ്ടേ? ഇതാണ് നമ്മളെ കേക്കുകളിലെ കിങ് ആയിട്ടുള്ള കേക്ക്, റെഡ് വെൽവെറ്റ്. ഈ റെഡ് വെൽവെറ്റ് കേക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന്റെ റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് കടക്കാം. അപ്പോൾ വേഗം തന്നെ നമുക്ക് കേക്ക് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. ഞാനിവിടെ അര കപ്പ് പാൽ എടുത്തിട്ടുണ്ട്. നമുക്ക് ഫസ്റ്റ് ഒന്ന് ബട്ടർ മിൽക്ക് തയ്യാറാക്കണം. ബട്ടർ മിൽക്ക് നിങ്ങൾ റെഡി ആക്കുന്നില്ലെങ്കിൽ അര കപ്പ് തൈര് എടുത്താൽ മതി. തൈര് എടുക്കുമ്പോൾ പുളിയില്ലാത്ത തൈര് എടുക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഞാനിവിടെ നമുക്ക് എന്തായാലും തൈരിന് നല്ലൊരു പുളിപ്പ് വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പാല് പുളിപ്പിച്ച് തൈരാക്കുകയാണ് ചെയ്യാറ്. അപ്പം അര കപ്പ് പാൽ എടുത്തിട്ട് അതിലേക്ക് 1 ടീസ്പൂണ് വിനെഗർ സുർക്ക ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ജസ്റ്റ് മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കുക. നമ്മളെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ റെഡി ആക്കുമ്പോഴേക്കും അതവിടെ തൈരായിട്ടുണ്ടാവും. ഇനി ഞാനിവിടെ ഒരു ബൗളും അരിപ്പ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1.5 കപ്പ് മൈദയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതിലേക്ക് 1 ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂണ് ബേക്കിംഗ് സോഡ, അതുപോലെ തന്നെ 1/4 ടീസ്പൂണ് ഉപ്പിട്ട് കൊടുക്കാം. ഇനി 1 ടീസ്പൂണ് കൊക്കോ പൗഡർ. ഇനി കൊക്കോ പൗഡർ എടുക്കുമ്പോൾ ലൈറ്റ് കൊക്കോ പൗഡർ ഉണ്ട്, ലൈറ്റ് കൊക്കോ പൗഡർ എടുക്കാനായിട്ട് ശ്രമിക്കുക. നമ്മൾ ബ്ലാക്ക് ഫോറസ്റ്റിൻ്റെ പോലത്തെ ഡാർക്ക് എടുക്കരുത്, ലൈറ്റ് കൊക്കോ പൗഡർ എടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് അരിച്ച് വെക്കുക. ഇത് അരിച്ച് വെക്കുമ്പം ഒരു 3 പ്രാവശ്യം മാക്സിമം അരച്ചിട്ട് നമുക്ക് മാറ്റി വെക്കാം. അപ്പോൾ ഞാനിതിവിടെ ഇങ്ങനെ 3 പ്രാവശ്യം അരിച്ചിട്ട് ഒരു സൈഡിലോട്ട് മാറ്റി വെക്കുന്നുണ്ട്. ബാക്കി നോക്കാം. ഇപ്പോൾ ഞാനിവിടെ ക്ലീൻ ആയിട്ടുള്ള ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 4 മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ബീറ്റ് ചെയ്തിട്ട് തുടങ്ങാം. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ള മൈദയുടെ അളവ് എന്ന് പറയുമ്പോൾ 1.5 കപ്പാണ്. 1.5 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. ഇത് 1 kgയുടെ റെസിപ്പി തന്നെയാണ് കേട്ടോ. നമ്മൾ ബട്ടർ മിൽക്കൊക്കെ വരുമ്പോൾ ഞാൻ 1.5 എടുത്തിട്ടുള്ളൂ മൈദ. പക്ഷേ റെസിപ്പി ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇത് 1 kg തന്നെയാണ് വെയിറ്റ് വരുന്നത്. ഇതിലേക്ക് 1 ടീസ്പൂണ് വാനില എസൻസ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്കിത് നന്നായിട്ട് തന്നെ ബീറ്റ് ചെയ്ത് തുടങ്ങാം. ഇനി മുട്ട നന്നായിട്ട് ബീറ്റായി വരട്ടെ. അപ്പം നമുക്കിതിലേക്ക് 1 കപ്പ് പൊടിച്ച പഞ്ചസാര കുറേശ്ശെ ആയിട്ട് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ പഞ്ചസാരയൊക്കെ ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് അലിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് ബീറ്റ് ചെയ്ത് വരുന്ന ഈ സമയത്ത് നമുക്ക് നമ്മളെ എഗ് ബീറ്റർ ഒന്ന് ലോ സ്പീഡിലിട്ടതിന് ശേഷം 2 ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. അത് കുറേശ്ശെ ആയിട്ട് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ഒഴിച്ചതിന് ശേഷം നമുക്ക് പിന്നെ അധികം ബീറ്റ് ചെയ്യേണ്ട, നമുക്കിത് ഓഫ് ചെയ്യാം. ഇനി ബീറ്ററൊക്കെ മാറ്റിയിട്ട് നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് ആദ്യം അരിച്ചു മാറ്റിയിൽ നിന്ന് കുറേശ്ശെ ആയിട്ട് മൈദ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതേ സമയം നമ്മൾ ബട്ടർ മിൽക്കും കൂടെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ആദ്യം കുറച്ച് മൈദ ഇട്ട് കൊടുക്കാം. ഇപ്പം നമ്മൾ ബട്ടർ മിൽക്ക്, നമ്മൾ തൈര് ഇതിലേക്ക് കുറേശ്ശെ ഒഴിച്ചു കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് കളർ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇങ്ങനെ 1 by 1 ആയിട്ട് നമ്മൾ ചെയ്യുക. ആദ്യം മൈദ ഇട്ട് കൊടുക്കുക, പിന്നെ ബട്ടർ മിൽക്ക് ഒഴിക്കുക. ഇപ്പോൾ ഇതാ ഞാനിവിടെ കളർ മിസ്റ്റിൻ്റെ റെഡ് കളറാണ് എടുത്തിട്ടുള്ളത്. ഇത് സ്പെഷ്യലായിട്ട് റെഡ് വെൽവെറ്റിന് വരുന്ന ഒരു കളറാണ്. നമ്മൾ കേക്കിലേക്ക് മാക്സിമം കളറൊക്കെ അവോയ്ഡ് ചെയ്യുക. പക്ഷേ എന്നാലും നമ്മൾക്ക് റെഡ് വെൽവെറ്റ് കഴിക്കണം എന്ന് വെച്ചാൽ റെഡ് ഒഴിക്കാതെ യാതൊരു നിവൃത്തിയില്ലല്ലോ. അപ്പോൾ നമ്മളിങ്ങനെ ചെയ്യുന്ന സമയത്ത് നല്ല ബ്രാൻഡ് കളർ തന്നെ യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇതിപ്പോൾ ഞാൻ അന്ന് ഷോപ്പിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞത് റെഡ് വെൽവെറ്റിന് സ്പെഷ്യലായിട്ട് വരുന്ന ഒരു റെഡ് ആണെന്നുള്ളതാണ്. ഇതിന് ഈ ബോട്ടിലിന് 200 രൂപയുണ്ട് കേട്ടോ വില. അപ്പോൾ ഞാനിതിൻ്റെ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നത് സൂപ്പർ റെഡും അതുപോലെ തന്നെ റാസ്ബെറി റെഡും കൂടി മിക്സ് ചെയ്തിട്ട് ആ 2 കളറും കൂടി മിക്സ് ചെയ്താൽ എനിക്ക് റെഡ് വെൽവെറ്റിൻ്റെ ഒരു പെർഫെക്റ്റ് കളർ കിട്ടിയിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഞാൻ അതാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇത് ഞാനിപ്പോൾ എത്ര ഡ്രോപ്സ് ഒഴിക്കുന്നു എന്നുള്ളത് കാണിക്കുന്നില്ല. കാരണം അത് ഞാൻ നമ്മൾക്കിങ്ങനെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് ഞാൻ ചേർത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാനിത് എത്ര ഡ്രോപ്സ് ഇട്ടിച്ചെന്ന് എനിക്കറിയില്ല. പക്ഷേ എന്നാലും ഇത് എനിക്ക് തോന്നുന്നു കൂടുതൽ പെർഫെക്റ്റ് ആയിട്ട് ഈ ഒരു കളർ പെട്ടെന്ന് റെഡ് കിട്ടിയിട്ടുണ്ട്. മറ്റേത് നമ്മൾ ഒരുപാട് സൂപ്പർ റെഡും അതുപോലെ തന്നെ റാസ്ബെറി റെഡും 2 റെഡും കൂടെ മിക്സ് ആക്കിയിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇപ്പോൾ ഞാൻ ഇതുപോലെ തന്നെ കുറേശ്ശെ മൈദ ഇട്ട് കൊടുക്കുക, പിന്നെ ബട്ടർ മിൽക്ക് ഒഴിച്ചു കൊടുക്കുക, പിന്നെ കളർ ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ആ കളർ ഇതിലേക്ക് ഏകദേശം ഒരു റെഡ് നമുക്ക് മനസ്സിലാവുമല്ലോ. റെഡ് വെൽവെറ്റിൻ്റെ ആ ഒരു റെഡ് നമുക്ക് മനസ്സിലാവും. അതെല്ലാം കൂടെ കഴിഞ്ഞതിന് ശേഷം ഞാനിവിടെ ഒരു 8 ഇഞ്ചിൻ്റെ പാനിലേക്കാണ് ഇത് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു കളറ് കുറച്ച് ഡ്രോപ്സിൽ തന്നെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ട് 3 പ്രാവശ്യം ടാപ്പ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ പ്രീ ഹീറ്റ് ചെയ്ത അവനിലേക്ക് 180 ഡിഗ്രിയിൽ 30 മിനിറ്റ് ഒന്ന് ബേക്ക് ചെയ്തെടുക്കണം. നിങ്ങൾ സ്റ്റൗ ടോപ്പിലാണെങ്കിലും ഒരു 30 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യും.
അങ്ങനെ ഇതാ നമ്മളെ കേക്ക് ഇവിടെ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്, നല്ല റെഡിയായി കിട്ടിയിട്ടുണ്ട്. നമുക്കിതിവിടെ മാറ്റി വെക്കാം. ഇനി ഞാനിവിടെ 1.5 കപ്പ് വിപ്പിംഗ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇതിവിടെ ഇരിക്കട്ടെ. ഇനി ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത, നമ്മൾ റെഡ് വെൽവെറ്റിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് ക്രീം ചീസ് ഫ്രോസ്റ്റിംഗ് ആണ്. നമ്മൾ സാധാരണ എല്ലാ കേക്കിലേക്കും വിപ്പിംഗ് ക്രീം മാത്രമാണ് ചേർക്കാറ്, പക്ഷേ ഇതിൽ ക്രീം ചീസ് ഫ്രോസ്റ്റിംഗ് ആണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ 1/4 കപ്പ് ക്രീം ചീസ് എടുത്തിട്ടുണ്ട്. ഈ ക്രീം ചീസ് ഇതുപോലെ വാങ്ങിക്കാനായിട്ട് കിട്ടും, അല്ലെങ്കിൽ നമുക്ക് വീട്ടിൽ തയ്യാറാക്കാനായിട്ടും പറ്റും കേട്ടോ. ഇനി ഇതിലേക്ക് 1/4 കപ്പ് ക്രീം ചീസും അതുപോലെ തന്നെ 1/4 കപ്പ് ഐസിങ് ഷുഗർ അല്ലെങ്കിൽ പൊടിച്ച പഞ്ചസാര 1/4 കപ്പ് ഇതെടുത്തതിന് ശേഷം നമുക്ക് ഇതുപോലെ ബീറ്റ് ചെയ്യണം മുന്നേ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്യണം. ഇല്ലെങ്കിൽ ബീറ്റ് ചെയ്യുന്ന ടൈമിൽ ഒക്കെ കൂടെ അങ്ങോട്ട് പുറത്തൊക്കെ ആവട്ടെ നമ്മൾ ബീറ്റ് ചെയ്യുമ്പോൾ. എന്നിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് ബീറ്റ് ചെയ്തിട്ട് തുടങ്ങണം. അപ്പോൾ ഇതുപോലെ ബീറ്റ് ചെയ്തെടുക്കാം. പിന്നെ നമ്മൾ വിപ്പിംഗ് ക്രീം ബീറ്റ് ആവണ പോലെ അത്ര കണ്ട് സ്റ്റിഫ് ഒന്നും ആവേണ്ട. ഇത് ഒരു ഐസിങ് ഷുഗറും നമ്മൾ ക്രീമും കൂടെ നന്നായിട്ടൊന്ന് മിക്സായി കിട്ടിയാൽ മതി കേട്ടോ. നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ക്രീം തന്നെയാണിത്. അപ്പോൾ ഇത് നമ്മൾ ക്രീം ചീസ് ഇവിടെ റെഡി ആയിക്കണം. നമുക്കിനി ബീറ്റർ ഓഫ് ചെയ്യാം. ഇനി ക്രീം ചീസ് നമ്മൾ ഉള്ളിലെ ഫില്ലിങ്ങിനാണ് കേട്ടോ. നമ്മൾ ക്രീം ചീസ് നമ്മൾ കേക്ക് ലെയറാക്കുമ്പോൾ 2 ലെയറിലാണ് നമ്മൾ ഈ ഫില്ലിങ് കൊടുക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് വിപ്പിംഗ് ക്രീം എടുത്തിട്ട് ആ ഒരു ഫില്ലിങ്ങിൻ്റെ ഉള്ളിലേക്ക് വേണ്ട ഫില്ലിങ്ങിലേക്ക് വേണ്ടിയിട്ടുള്ള വിപ്പിംഗ് ക്രീം എടുത്തിട്ട് പകുതി ക്രീം എടുത്തതിന് ശേഷം ഈ ക്രീം ചീസിലോട്ട് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട്. ബീറ്റർ വേണമെങ്കിൽ ബീറ്റർ വെച്ചിട്ട് നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിൻ്റെ ആവശ്യമില്ല, നമുക്കിതുപോലെ സ്പാച്ചില വെച്ചിട്ട് ഇങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ അതെന്താ ഇങ്ങനെ ചെയ്യാൻ കാരണം എന്ന് വെച്ചാൽ നമ്മൾ പുറത്തും ഈ ഒരു ക്രീം ചീസ് ഫില്ലിങ് കൊടുക്കുകയാണെങ്കിൽ നമ്മളെ കേക്കിൽ നിന്ന് പെട്ടെന്ന് മെൽട്ടായി പോവും ക്രീം ചീസും നമ്മളെ വിപ്പിംഗ് ക്രീമും കൂടെ. വിപ്പിംഗ് ക്രീം സ്റ്റിഫായി നിൽക്കുന്ന പോലെ നമ്മൾ ഡെക്കറേഷനൊക്കെ കൂടുതൽ ചെയ്യുന്നുണ്ടെങ്കിൽ തീരെ പറ്റില്ല ഈ ഒരു പുറത്ത് ഈ ഒരു ക്രീം ചീസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇതാ ഞാനിവിടെ കേക്ക് 3 ലെയറായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ക്രീം ചെയ്ത് തുടങ്ങാം. അപ്പോൾ ഇതാ ഫസ്റ്റ് ഞാൻ കേക്ക് ബോർഡ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ കുറച്ച് ക്രീം ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഫസ്റ്റ് ലെയർ കേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഈ കേക്ക് നമുക്ക് ഷുഗർ സിറപ്പ് വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് വെറ്റ് ചെയ്ത് കൊടുക്കാം. അത് നന്നായിട്ട് വെറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഫസ്റ്റ് ലെയറായിട്ടുള്ള ക്രീം അപ്ലൈ ചെയ്യാം. ഇനി നമുക്കൊരു പാലറ്റ് നൈഫ് വെച്ചിട്ട് നന്നായിട്ട് തന്നെ ക്രീം ലെവൽ ചെയ്തെടുക്കണം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഫില്ലിങ് ഇങ്ങനെ കൊടുക്കുകയും ചെയ്യാം. ഇനി ഒന്നും കൊടുത്തിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ സെക്കൻഡ് ലെയർ കേക്ക് വെച്ച് കൊടുത്തു. ഇനി അതും ഇതേപോലെ തന്നെ വെറ്റ് ചെയ്തെടുക്കുക, ക്രീം ചെയ്യുക. ഇപ്പോൾ ഞാൻ കാണിക്കുന്നത് ഗണാഷ് ഒഴിച്ചിട്ടുള്ള റെഡ് വെൽവെറ്റ് ആണ് കേട്ടോ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ കേക്ക് കട്ട് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ മുകളിലത്തെ കുറച്ച് പോർഷൻ എടുത്തിട്ട് ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് തന്നെ നമുക്ക് ഡെക്കറേഷൻ ചെയ്യാം. നോർമലായിട്ട് അങ്ങനെയാണ് റെഡ് വെൽവെറ്റിൻ്റെ ഒരു ഡെക്കറേഷൻ വരുന്നത്. നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. അല്ലെങ്കിൽ ഞാനിപ്പോൾ ഈ കാണിക്കുന്നത് പോലെ തന്നെ ഞാൻ ഇതിൽ നിന്ന് കട്ട് ചെയ്ത് മാറ്റി എടുത്തിട്ടൊന്നുമില്ല. കാരണം ഞാൻ ക്രംസ് ഇട്ടിട്ടുള്ള ഡെക്കറേഷൻ അല്ല കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഇപ്പോൾ നമ്മൾ 3 ലെയർ കേക്കും വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഫുള്ളായിട്ട് തന്നെ ക്രീം വെച്ചിട്ട് നന്നായിട്ട് കവർ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഫസ്റ്റ് കോട്ട് ക്രീമാണ് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് നമുക്ക് പാലറ്റ് നൈഫ് വെച്ചിട്ട് നന്നായിട്ട് തന്നെ ലെവൽ ചെയ്ത് കൊടുക്കണം. ഇങ്ങനെ ഫസ്റ്റ് കോട്ട് ക്രീം ചെയ്തതിന് ശേഷം ഒരു 10 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമുക്ക് സെക്കൻഡ് കോട്ട് കൊടുത്താൽ മതി കേട്ടോ. അങ്ങനെ 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ ഫസ്റ്റ് കോട്ട് കഴിഞ്ഞു. പിന്നെ സെക്കൻഡ് കോട്ട് ചെയ്തിട്ട് അരമണിക്കൂറും കൂടെ വീണ്ടും ഫ്രിഡ്ജിലോട്ട് വെച്ചിട്ടുണ്ട്. അങ്ങനെ അരമണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഞാൻ കേക്ക് പുറത്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാനിതിൻ്റെ മുകളിൽ ചോക്ലേറ്റ് ഗണാഷാണ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കേക്ക് ക്രംസ് എടുത്തിട്ട് ഡെക്കറേഷൻ ചെയ്യാം. ഞാനിപ്പം 1 കപ്പ് വൈറ്റ് ചോക്ലേറ്റും അതുപോലെ തന്നെ 1/4 കപ്പ് വിപ്പിംഗ് ക്രീമും കൂടി ഒന്ന് മെൽറ്റ് ചെയ്തെടുത്തു. അത് തണുത്തതിന് ശേഷം ഞാൻ അതിലേക്ക് നമ്മൾ കേക്കിലേക്ക് കൊടുത്തിട്ടുള്ള സെയിം കളർ മിസ്റ്റിൻ്റെ റെഡ് കളർ കൊടുത്തിട്ടാണ് ഇതുപോലെ ഗണാഷ് ചെയ്തെടുത്തിട്ടുള്ളത്. ഞാനിപ്പോൾ ഫുള്ളായിട്ട് കവർ ചെയ്യണില്ല, ഈ ഒരു രീതിയിലാണ് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ഫുള്ളായിട്ട് കവർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മളെ കേക്കിൻ്റെ ഒരു ഫൈനൽ ലുക്ക്.
ഞാൻ പിന്നെ അതിൻ്റെ മുകളിൽ കുറച്ച് ഫ്ലവേഴ്സൊക്കെ വരച്ചു. അപ്പോൾ ഡെക്കറേഷനൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. ഞാനിപ്പോൾ നൂറിൻ്റെ N2 നോസിൽ വെച്ചിട്ടാണ് ഈ ഒരു ഡെക്കറേഷനൊക്കെ ചെയ്തിട്ടുള്ളത്. പിന്നെ താഴെ ഒരു ബോർഡറൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് വേണ്ടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് വേണം കാണാനായിട്ട്. അതുപോലെ ഇതുവരെ എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. കൂടെ കാണുന്ന ബെൽ ഐക്കണിൽ ഓൾ എന്ന ഓപ്ഷനിൽ വേണം ഒന്ന് ക്ലിക്ക് ചെയ്യാനായിട്ട്. അപ്പോഴാണ് ഞാൻ പുതിയ പുതിയ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പം ഇതുപോലെ മറ്റൊരു നല്ല അടിപൊളി വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരേക്കും ബൈ ബൈ.